അസ്സലാമു അലൈക്കും. റബീസ്വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ കഷണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി സവോള കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഉഴുന്ന് ഒരു 1/4 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിലക്കടല വറുത്തത് എടുക്കാം. തൊലി കളഞ്ഞിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നുറുക്ക് ഗോതമ്പൊന്ന് കഴുകി അതിലെ വെള്ളമൊക്കെ മാറ്റി എടുക്കാം. ഞാൻ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വാർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് ഉപയോഗിക്കുന്നത്. കുക്കറിലാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഉഴുന്ന് പരിപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആവും വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് മുന്നേ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഉണ്ടായിരിക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ 1 കപ്പ് വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം. പച്ചവെള്ളമാണ് ഒഴിച്ചതെങ്കിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവും വരെ വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് കാണാം ഗോതമ്പ് കുറച്ച് പൊങ്ങി നിന്നിട്ടുണ്ട്. വെള്ളം കുറവാണ്, അത് കുഴപ്പമില്ല, ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരും വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. വിസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എയറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ റവ ഇത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് അടിയിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാത്ത നല്ല ഒരു സ്ട്രക്ചറിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഇനാബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യുക പരമാവധി. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.